തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത. പോലീസ് കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് കുഴഞ്ഞു വീണത് എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇന്നലെയാണ് 1 വയസ്സുള്ള ഇഹാൻ മരിച്ചത്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നമ്മളൊക്കെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയാണ്. 1 വയസ്സുള്ള പിഞ്ചു കുഞ്ഞാണ്, ഒരു ബിസ്ക്കറ്റ് കഴിച്ചു, പിന്നാലെ കുഴഞ്ഞു വീഴുന്നു. അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? ഭവ്യ, ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നമ്മൾ അറിയുന്നത്. ഒപ്പം ഈ പറയുന്ന കാഞ്ഞിരംകുളം സ്വദേശിയായ ഇഹാൻ എന്ന് പറയുന്ന 1 വയസ്സുകാരനാണ് മരിച്ചത്. ഷിജിൻ ദമ്പതികളുടെ ഷിജിന്റെയും ഇന്നലെയാണ് 1 വയസ്സുള്ള കുഞ്ഞ് പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീണ് മരിച്ചത്. അച്ഛൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഈ അമ്മയുമായി പിതാവ് കുറച്ച് നാളുകളായി പ്രശ്നമുണ്ടായിരുന്നു. ഇതിന് വീണ്ടും ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഈയിടെയാണ് ആ കുടുംബം വീണ്ടും ഒരുമിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും ഈ അമ്മയുടെ വീട്ടുകാരാണ് അച്ഛനെതിരെ പരാതി നൽകിയത്. എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ടത് പോലീസാണ്. അരുൺ മോഹൻ തുടരുന്നുണ്ട്. അരുൺ, തുടരാം. ഭവ്യ, ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം നമ്മൾ പുറലോകം അറിയുന്നത്. കാഞ്ഞിരംകുളം സ്വദേശിയായ ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനായ അപ്പു എന്ന് വിളിക്കുന്ന ഇഖാൻ എന്ന 1 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരം. പോലീസിന് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ ഷിജിൽ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്നാണ് കുട്ടി കുഴഞ്ഞു വീണത് എന്നുള്ള ഒരു പരാതിയെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കിയത്. മാതാപിതാക്കളിൽ നിന്ന് പോലീസ് കൂടുതൽ മൊഴിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയൂ. എന്തായാലും പോലീസ് വളരെ നിരീക്ഷണത്തിലും അന്വേഷണത്തിലുമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മനസ്സിനെ മുരടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഏറ്റവും ഭാഗത്തു നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഭവ്യ, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.